എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 10, 11, 12, 13, 14 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. എൽത്തേ പിതാവവദൽ ധർമ്മം ത്വം തു സത്യം പ്രഭാഷസേ ദദാമി തേ മന്ത്രദൃശേ ജ്ഞാനം ബ്രഹ്മസനാതനം. യത് യാതൊന്നു ഹേതുവായിട്ട് തേ പിതാ നിന്റെ പിതാവ് ധർമ്മം അവതൽ ധർമ്മത്തെ പറഞ്ഞു, ത്വം തു നീയും സത്യം പ്രഭാഷസേ സത്യം പറയുന്നു, മന്ത്രദൃശേ തേ മന്ത്രജ്ഞനായ നിനക്ക് സനാതനം ബ്രഹ്മജ്ഞാനം നാശരഹിതമായ ബ്രഹ്മജ്ഞാനത്തെ ദദാമി ദാനം ചെയ്യുന്നു. ഇങ്ങനെ നാഭാഗൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി രുദ്ര ഭഗവാൻ പറയുകയാണ്, നിന്റെ പിതാവ് പുത്രൻ എന്നുള്ള വിശേഷ സ്നേഹമൊന്നും കൂടാതെ ധർമ്മം മാത്രം പറഞ്ഞു. നിനക്ക് ആ ധനം കിട്ടാൻ വേണ്ടിയിട്ട് പിതാവ് മാറ്റി പറഞ്ഞില്ല. നീയും അത് ധനാശ കൂടാതെ തന്നെ സത്യം തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിന്റെ ആ ധർമ്മചിന്ത, ആ നിഷ്കളങ്കത എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഭഗവാന് വളരെ സന്തുഷ്ടനായിട്ട് ഭഗവാൻ പറയാണ്, മന്ത്രം തികച്ചും അറിയുന്ന നിനക്ക് ശാശ്വത ബ്രഹ്മജ്ഞാനത്തെ ഞാൻ നൽകുന്നു. ഞാൻ ചെയ്യുന്ന ഈ ജ്ഞാനോപദേശം കൊണ്ട് നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരം തന്നെ സിദ്ധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞ് ആ ജ്ഞാനോപദേശം ചെയ്യാണ് ആ കവിക്ക്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ വേണ്ടത് ഇതാണല്ലോ ഈ കഥയെ കൂടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. അതാണല്ലോ. അപ്പൊ ഈ അച്ഛന് വേണമെങ്കിൽ പറയാം അല്ലെ, അതെന്തായാലും നിനക്ക് അവകാശപ്പെട്ടാന്ന്. പക്ഷെ അതല്ല, അദ്ദേഹം പറഞ്ഞു ശരിയാണ്, ഭഗവാൻ പറഞ്ഞത് ശരിയാണ്, ഇതെല്ലാം ഭഗവാൻ അവകാശപ്പെട്ടത്. അപ്പൊ ആ മകൻ അത് അംഗീകരിക്കുകയും ചെയ്തു. അത് രണ്ടുപേരുടെയും പ്രവൃത്തിയിൽ മഹാദേവൻ സന്തുഷ്ടനായി അത് വേണ്ടത് എല്ലാം കൊടുത്തു. ധനം മാത്രമല്ല, ജ്ഞാനോപദേശം തന്നെ കൊടുക്കുകയാണ് അവര് ആ മകന്. ഗൃഹാണദ്രവിണം ദത്തം മത്സത്രേ പരിശേഷിതം ഇത്യുക്ത്വാന്തർഹിതോ രുദ്രോ ഭഗവാൻ സത്യവത്സല. മത്സത്രേ എന്റെ സത്രത്തിലെ പരിശേഷിതം അവശേഷിച്ചതും ദത്തം ദാനം ചെയ്യപ്പെട്ടതുമായ ദ്രവിണം ഗൃഹാണ ധനത്തെ ഗ്രഹിച്ചാലും ഇതി ഉക്കുത എന്ന് പറഞ്ഞിട്ട് സത്യവത്സല സത്യത്തിൽ പ്രീതിയുക്തനും ഭഗവാൻ ഐശ്വര്യ പരിപൂർണനുമായ. ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, ഐശ്വര്യ പരിപൂർണൻ. രുദ്രൻ അന്തർഹിത അന്തർധാനം ചെയ്തു. അതുകൊണ്ട് ഞാൻ സന്തോഷമായി എനിക്ക്. അതുകൊണ്ട് നിനക്ക് എൻ്റെ സത്രത്തിൽ അവശേഷിച്ച ആ ധനത്തെ മുഴുവൻ നിനക്ക് നൽകിയിരിക്കണം. നിനക്ക് ഉപജീവനത്തിന് വേണ്ട അതെല്ലാം അത് സ്വീകരിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറയാണ് ഭഗവാൻ എന്ന് അരുളി ചെയ്തിട്ട് സത്യവത്സലനും സർവ ഐശ്വര്യ പരിപൂർണനുമായ ഭഗവാൻ അപ്രത്യക്ഷനായി അന്തർധാനം ചെയ്തു. യേതൽ സംസ്മരേൽ പ്രാത സായം ച സുസമാഹിത കവി ഭവതി മന്ത്രജ്ഞോ ഗതിം ചൈവ തഥാത്മന. സുസമാഹിത യാതൊരുവൻ ഏറ്റവും ശ്രദ്ധായുക്തനായിട്ട് ഏതത് ഇതിനെ പ്രാത സായം ച കാലത്തും സന്ധ്യാസമയത്തും സംസ്മരേൽ നന്നായി സ്മരിക്കുമോ സ കവി അദ്ദേഹം കവിയായിട്ടും അതായത് പണ്ഡിതനായിട്ടും അർത്ഥം മന്ത്രജ്ഞ മന്ത്രമറിയുന്നവനായിട്ടും ഭവിക്കും. തഥാ അപ്രകാരം ആത്മനഗതിം ആത്മാവിന്റെ ഗതിയെ പ്രാപിക്കും. ഈ കഥാസ്മരണയുടെ ഫലം പറയാണ്, അതിന്റെ സ്മരണഫലം. യാതൊരു മനുഷ്യൻ ഈ കഥ കാലത്തും സന്ധ്യാസമയത്തും ശ്രദ്ധായുക്തനായി സ്മരിക്കുന്നുവോ അവൻ വിദ്വാനും മന്ത്രജ്ഞനുമായിട്ട് ഭവിക്കും. അന്ത്യകാലത്തിലെ പരമാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യും. ജനന മരണ പ്രവാഹ രൂപമായ ഈ സംസാര സങ്കടം അദ്ദേഹത്തിന് പിന്നെ അനുഭവിക്കേണ്ടതായി വരിക തന്നെയില്ല. ഇതിനെ സ്മരിച്ചാൽ തന്നെ എത്രയും
ഫലം പറയുകയാണ്. കാലത്തും സന്ധ്യയ്ക്കും സ്മരിച്ചാൽ തന്നെ അവർ പണ്ഡിതനായിത്തീരുന്നു മാത്രമല്ല അന്ത്യകാലത്തിലെ പരമാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യം ഉണ്ട് ഈ കഥയ്ക്ക്. ഇനി അദ്ദേഹത്തിന്റെ ഭഗവന്റെ പുത്രനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള മഹാഭക്തനായ വിഷ്ണു ഭക്തനായ അംബരീഷ മഹാരാജാവിന്റെ കഥ പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. നാഭാഗാദംബരീഷോഭൂത് മഹാഭാഗവതകൃതി നാസ്പൃശൽ ബ്രഹ്മശാപോപി യം ന പ്രതിഹത ക്വചിൽ. നാഭാഗാത് നാഭാഗനിൽ നിന്ന് മഹാഭാഗവത മഹാനായ ഭഗവത് ഭക്തനും കൃതി വിദ്വാനുമായ അംബരീഷൻ അഭൂത ഉണ്ടായി. ക്വചിൽ ന പ്രതിഹത ഒരേടത്തും പ്രതിഹനിക്കപ്പെടാത്തതായ ബ്രഹ്മശാപ ബ്രാഹ്മണ ശാപവും കൂടി യം നാസ്പൃശൽ യാതൊരുവനെ സ്പർശിച്ചില്ല. നാഭാഗ വൃത്താന്തം പറഞ്ഞ ശേഷം പിന്നെതാ അദ്ദേഹത്തിന്റെ പുത്രന്റെ ചരിത്രം അംബരീഷന്റെ ചരിത്രം പറയുന്നു. നാഭാഗനിൽ നിന്ന് മഹാഭഗവത് ഭക്തനും പരമവിദ്വാനുമായ അംബരീഷൻ ഉണ്ടായി. അദ്ദേഹത്തെ ഒരു ദിക്കിലും തടസ്സപ്പെടാത്തതായ ആ ദുർവാസത്തിന്റെ ശാപത്തിനു കൂടി സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. ദുർവാസസ് മഹർഷി എന്ന് പറഞ്ഞാൽ അതിഭയങ്കര ക്രോധത്തിന്റെ മൂർത്തിഭാവമാണ്. അദ്ദേഹത്തിന്റെ ശാപത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ അംബരീഷ മഹാരാജാവിന്റെ അടുത്ത് ദുർവാസസിന്റെ ശാപം അടുത്ത് സ്പർശിക്കാൻ പോലും പറ്റിയില്ല എന്നാണ് പറയണത്. അത്രയും പരമഭക്തനാണ് അദ്ദേഹം. അപ്പൊ പരീക്ഷിത ഒരു മഹാരാജാവ് പറയണു. രാജോവാച ഭഗവൻ ശ്രോതുമിച്ഛാമി രാജർഷേസ്തസ്യ ധീമത ന പ്രാവൂല്യത്ര നിർമുക്തോ ബ്രഹ്മദണ്ഡോ ദുരത്യയ അതിക്രമിക്കാൻ കഴിയാത്തതായ ബ്രഹ്മദണ്ഡ ബ്രാഹ്മണ ശാപം എത്ര നിർമുക്ത യാതൊരുവനിൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട് ന പ്രാഭുൽ പ്രഭവിച്ചില്ലയോ. ധീമത ബുദ്ധിമാനായ തസ്യ രാജർഷേഹ് ആ രാജർഷിയുടെ ചരിത്രത്തെ ശ്രവിപ്പാനായിക്കൊണ്ട് ഇച്ഛിക്കുന്നു. പരീക്ഷിത് മഹാരാജാവ് പറയണ, ഹേ ഭഗവൻ, ആ ദുർവാസാവിന്റെ ബ്രാഹ്മണ ശാപം എന്തുകൊണ്ടാ നിഷ്ഫലമായിട്ട് ഭവിച്ചത്? ആ രാജർഷിയില് ഏതൊരാളിലും പ്രവേശിക്കുന്നതും അതിക്രമിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ആ ബ്രാഹ്മണ ശാപം ഈ അംബരീഷ മഹാരാജാവില് സ്പർശിച്ചില്ല എന്ന് അങ്ങ് പറഞ്ഞുല്ലോ. ആ മഹാബുദ്ധിമാനായ ആ രാജർഷിയുടെ ചരിത്രത്തെ വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങത് പറഞ്ഞു തരണേ എന്നതാ പരീക്ഷിത മഹാരാജാവ് പറഞ്ഞതനുസരിച്ച് ശ്രീശുക ബ്രഹ്മർഷി ആ മഹാഭക്തനായിട്ടുള്ള അംബരീഷ മഹാരാജാവിന്റെ കഥ പറയുന്നു. അത് നമുക്ക് നാളെ ശ്രവിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.